ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ +2 പഠിച്ചു തുടങ്ങിയ മക്കളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള വലിയ ചോദ്യമാണ്, സാർ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ഞങ്ങൾ എപ്പോഴാണ് പഠിച്ചു തുടങ്ങേണ്ടത്? കാരണം കഴിഞ്ഞ വർഷത്തെ മക്കളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് നമുക്ക് ഇത്തവണ നേരത്തെയാണ്. അതായത് ഓൾമോസ്റ്റ് നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിട്ട് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. അത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ബോർഡ് എക്സാമിൻ്റെ കൂടെ എഴുതിയ പരീക്ഷ ഇത്തവണ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സാം ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുമ്പോൾ നല്ല രീതിയിൽ +1 മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റുകൾ ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ ആ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനെ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല മക്കളും ചെയ്യുന്ന തെറ്റെന്ന് പറഞ്ഞാൽ ഈ ഇനീഷ്യൽ സമയത്ത് തന്നെ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്നു എന്നത് തന്നെയാണ്. ഒട്ടും തന്നെ അത്തരത്തിൽ ചെയ്യേണ്ട എന്നല്ല, മറിച്ച് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് പഠിക്കാൻ വ്യക്തമായൊരു സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിയും നിങ്ങളുടെ മുന്നിൽ വേണം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ +2 പഠിക്കേണ്ട സമയത്തിൽ +1 ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ +2 നമ്മുടെ കൈവിട്ടു പോകും. +1 നമുക്കൊരു സെക്കൻഡ് ചാൻസ് ഉണ്ട്, ഒരു രണ്ടാം ഊഴമുണ്ട്. പക്ഷേ +2 അത്തരത്തിൽ നമ്മുടെ മുന്നിൽ ഒരു സെക്കൻഡ് ചാൻസ് ഇല്ല എന്ന കാര്യം എല്ലാവരും മനസ്സിൽ ഉറപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ എപ്പോഴാണ് ഞങ്ങൾ ഈ ഇംപ്രൂവ്മെൻറ്റിന് പഠിക്കേണ്ടത് എന്നായിരിക്കും എല്ലാവരുടെയും മനസ്സുള്ള ചോദ്യം. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ എക്സാം ഡേറ്റ് കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. അങ്ങനെ അനൗൺസ് ചെയ്തതിന് ശേഷം ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 മാസമെങ്കിലും നമ്മുടെ മുന്നിലുണ്ടാവും. ആ 2 മാസം കൃത്യമായിട്ട് പഠിച്ചാൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന സിലബസ് തന്നെയാണ്. അതിനകത്ത് ടെൻഷനൊന്നും വേണ്ട. ഇപ്പോൾ സപ്പോസ് ഒക്ടോബർ മാസത്തിലാണ് നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം കൃത്യമായിട്ടിരുന്ന് പഠിച്ചാൽ മതിയാവും. അങ്ങനെ ആ 2 മാസം നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റിന് പഠിക്കുമ്പോഴും പാരലലി +2 കൂടി നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എക്സാമിൻ്റെ അവസാനത്തെ ഒരു മാസം കംപ്ലീറ്റ്ലി നമുക്ക് +1 ഇൻവോൾവ് ചെയ്യാം. എങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് +2 വേണം കൂടി പാരലലി പഠിക്കണം എന്ന് പറയാൻ കാരണം, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, +1 നിങ്ങൾക്കൊരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുണ്ട്. മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും എഴുതി മാർക്ക് കൂട്ടാനൊരു അവസരമുണ്ട്. പക്ഷേ +2 സംബന്ധിച്ച് അത്തരമൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. സോ എന്തായാലും സെപ്റ്റംബറിന് ശേഷം മാത്രം +1 ഇംപ്രൂവ്മെൻറ്റ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മതി. അങ്ങനെ സെപ്റ്റംബറിന് ശേഷം പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവുമോ എന്ന് വിചാരിക്കുന്ന മക്കളുണ്ടാവും. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, +1 ഒരു വർഷം നിങ്ങളെല്ലാവരും കുത്തിയിരുന്നു പഠിച്ച സിലബസ് തന്നെയാണ് നിങ്ങൾ വീണ്ടും പഠിച്ച് പരീക്ഷ എഴുതാൻ പോകുന്നത്. സോ അതൊരിക്കലും ഒരു പുതിയ സ്റ്റാർട്ടായിരിക്കില്ല. ഓൾറെഡി പഠിച്ച സിലബസും ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റുകളും ഒക്കെ ഒന്ന് ജസ്റ്റ് ബ്രഷപ്പ് ചെയ്തെടുത്താൽ മതി. കാരണം വീണ്ടും ഒന്നേ എന്ന് പറഞ്ഞ് പഠിച്ചു തുടങ്ങേണ്ട ആവശ്യം നമ്മുടെ മുന്നിലില്ലല്ലോ. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അടുത്തൊരു കാര്യം, എവിടെ നിന്നാണ് എനിക്ക് ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ ലഭിക്കുക, എങ്ങനെയാണ് +1 എനിക്ക് പാരലലി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്ന കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനുള്ള ബെസ്റ്റ് അവർ സൊല്യൂഷനാണ് സൈലത്തിൻ്റെ +2 അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. കാരണം +2 അഗ്നി ബാച്ചിനകത്ത് നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ തികച്ചും സൗജന്യമായിട്ടാണ് സൈലം പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതിന് പുറമെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് കൂടി നമ്മുടെ അഗ്നി ബാച്ചിനകത്ത് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സോ ഈ അവസരം ആരും തന്നെ നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൺസൂൺ ഓഫർ എന്ന രീതിയിൽ 10% ടോട്ടൽ ഫീസിനകത്ത് റിഡക്ഷൻ കൂടിയുണ്ട്. സോ എല്ലാവരും ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഓൾ ദി ബെസ്റ്റ്.